മോദിയെ ഡൽഹിയിൽ കാലുകുത്തിക്കില്ല. ഡൽഹിയിൽ ഞാൻ ജീവനുള്ളിടത്തോളം കാലം, ഞാനെന്നല്ല എനിക്ക് ജീവനുള്ളിടത്തോളം കാലം താമര വിരിയില്ല. ഡൽഹിയിൽ BJP എന്നൊരു പാർട്ടി ഇനി കാണില്ല. പറയുന്നത് മറ്റാരുമല്ല, അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാണ്. അറസ്റ്റിൽ നിന്നുള്ള സന്ദേശമാണ് തൻ്റെ അണികൾക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യയാകെ നിറഞ്ഞു നിൽക്കുകയാണ്. BJPയെ എതിർക്കുന്ന യാതൊരു വ്യക്തിക്കും അവസാന ദുരന്തം ജയിലാണെന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലൂടെ മോദി തെളിയിച്ചു. EDയെ ഉപയോഗിച്ചാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാലം തീർക്കാൻ, കഥ തീർക്കാൻ മോദി തീരുമാനിച്ചത്. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം തുടരുകയാണ്. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ശക്തമായി തുടരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ അഗ്നിജ്വാലകൾ ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് പോയിരിക്കുന്നു. പഞ്ചാബ് ഭരിക്കുന്നതും ആം ആദ്മി പാർട്ടിയാണ്. പഞ്ചാബിൽ നിന്ന് ഗുജറാത്തിലേക്കും അത് കടന്നിരിക്കുന്നു. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി പ്രമുഖ ശക്തിയാണ്. BJP കഴിഞ്ഞാൽ ഗുജറാത്തിൽ വലിയ ശക്തി ആം ആദ്മി പാർട്ടിയാണ്. ഈ സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉഗ്രശപഥം വന്നിരിക്കുന്നത്. ഡൽഹിയിലെ ഒരൊറ്റ ലോക്സഭാ മണ്ഡലങ്ങളിലും BJP വിജയിക്കില്ല. BJPക്ക് എതിരെയുള്ള, മോദി എന്ന ഏകാധിപതിക്ക് എതിരെയുള്ള സമരം തുടരുക തന്നെ ചെയ്യും, മരിക്കുവോളം. വളരെ വികാര നിർഭരമായാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസ്താവന ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, ആം ആദ്മി പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഡൽഹി ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ കേന്ദ്രമാണ്. പഞ്ചാബ് ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു. ഇങ്ങേയറ്റത്ത് കേരളത്തിൽ പോലും ആം ആദ്മി പാർട്ടിയോട് അനുഭാവം പുലർത്തുന്നവരുണ്ട്. ആം ആദ്മി പാർട്ടി പ്രവർത്തകരുണ്ട്. CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആം ആദ്മി പാർട്ടിയോട് അനുഭാവം പുലർത്തുന്ന പാർട്ടികളാണ്. ഇതൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറുകയാണ്. ഇതൊക്കെ ഇപ്പോൾ പ്രതിഷേധമായി മാറുകയാണ്. തളർന്നിട്ടില്ല കേജ്രിവാൾ. ഒരറസ്റ്റ് കൊണ്ട് തന്നെ തകർക്കാൻ സാധിക്കില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു കേജ്രിവാൾ. ഒരറസ്റ്റ് കൊണ്ട് തൻ്റെ പാർട്ടിയെ തകർക്കാൻ BJPക്ക് കഴിയില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു കേജ്രിവാൾ. കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും CPMും CPIയും അടക്കമുള്ള DMK അടക്കമുള്ള കക്ഷികൾ ആം ആദ്മി പാർട്ടിക്ക് പിന്നിൽ, ആം ആദ്മി പാർട്ടിയുടെ നേതാവായ, പരമോന്നത നേതാവായ കേജ്രിവാളിന് പിന്നിൽ അണിനിരന്ന് നിൽക്കുന്നു. മോദിയിൽ നിന്ന് ഇങ്ങനെ ഒരു ചതി കേജ്രിവാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. EDയെ ഉപയോഗിച്ച് വിവിധ സംസ്ഥാനങ്ങളെ, BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളെ തകർക്കുകയാണ് മോദിയുടെ രീതി. EDയെ ഉപയോഗിച്ച് കേരളത്തിൽ കുറേ കബഡി കളിക്കാൻ മോദി ശ്രമിച്ചു. ആ കബഡി കളിയിൽ മോദി തോറ്റു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു കബഡി കളിക്ക് ഇറങ്ങിയിരിക്കുന്നു മോദി. ആ കബഡി കളിയിലും മോദി തോൽക്കാൻ പോകുന്നു. അരവിന്ദ് കെജ്രിവാൾ പറയുന്നു, ഞാൻ തിരിച്ചു വരും, ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് തിരിച്ചെത്തും. കള്ളക്കേസുകളുടെ നൂലാമാലകൾ തിരിച്ചെത്തിയാൽ ഡൽഹിയിൽ BJPക്കെതിരായ ശക്തമായ പ്രവർത്തനങ്ങൾ തുടർന്ന് കഴിഞ്ഞു ആം ആദ്മി പാർട്ടി. ഡൽഹിയിൽ ഇനി BJP പച്ച പിടിക്കില്ല. മോദി കാണിച്ചത് വഞ്ചനയാണെന്നും, മോദി കാണിച്ചത് പ്രതികാരമാണെന്നും, മോദി കാണിച്ചത് എതിരാളികളെ ഒതുക്കാനുള്ള തന്ത്രമാണെന്നും ഒക്കെ ഇപ്പോൾ ജനം തിരിച്ചറിയുന്നു. തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റാലിൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, നാനടിച്ചാൽ താങ്ക മാട്ടേ. അങ്ങനെയൊന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനപ്പുറം പറഞ്ഞിരിക്കുന്നു, തൊലച്ച് കളയും BJPയെ. അതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന.